എന്തെങ്കിലും പച്ചക്കറി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. പറമ്പ് മുഴുവനും 2 മണിയോട് കൂടി നിറയെ പച്ചപ്പാക്കിയിട്ടുണ്ട്. അയ്യാ, അതിനിടയ്ക്ക് ഇവിടെ നിറയെ ഉറുമ്പും ഉണ്ടായിരുന്നു, ചൊറിയണവും ഉണ്ടായിരുന്നു. നേരത്തെ നട്ടിട്ടുള്ള ചീരയിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാനുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ചീര നിൽപ്പുണ്ടായിരുന്നു. അതിനെ നമ്മളങ്ങ് പറിച്ചെടുത്തു. ചീര തപ്പിയാണ് വരുന്നതെങ്കിലും വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ ഇടയ്ക്ക് നട്ടിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നും കൂടെ ഉള്ളൊരു നോട്ടം കൂടെ ഉണ്ട്. അങ്ങനെ നോക്കി നോക്കി പോയപ്പോൾ നമ്മുടെ വൻപയർ നട്ടതിൽ 2 പയറുണ്ടായിട്ടുണ്ട് ഗൈസ്, 2 പയർ. ഇത് വെച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും അതവിടെ നിർത്തി അങ്ങ് മൂത്ത് കളയുന്നതിനേക്കാളും ഭേദം പറിച്ചെടുക്കുന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങ് പറിച്ചെടുത്തു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നട്ടേച്ച ചീരയാണെങ്കിൽ ആകെ ശോഷിച്ച് ചെറുതിലേ തന്നെ അതിൽ നിന്ന് അരിയൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഇനി അധികം നിർത്തിയാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ അതുകൂടെ അങ്ങ് ഹാർവെസ്റ്റ് ചെയ്തു. ഒരുപാട് ഹൈറ്റും വെച്ചില്ല, അതിനു മുമ്പ് തന്നെ ഇതിൽ നിറയെ പൂവ് ഇട്ടു. ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചാൾ മുമ്പ് ഉണ്ടായിരുന്നൊരു ചീരയുടെ വിത്ത് എടുത്തതാണ്. അതും ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷെ അപ്പോൾ അതിൻ്റെ വിത്തും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ അത് ഇത്രയായിരുന്നു ഇന്നത്തെ ഹാർവെസ്റ്റ്. കൂടാതെ നമ്മൾ കുറച്ച് കാന്താരി മുളക് കൂടെ പറിച്ചു. കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 കാന്താരി മുളകാണ് കിട്ടിയത്. പിന്നെ അതാ നമ്മുടെ തക്കാളിക്കുട്ടന്മാർ ഇത്രയും വളർന്നിട്ടുണ്ട്. പക്ഷേ എന്ന് വളർന്നു വലുതാനാണ് എന്ത്. അപ്പോൾ 3 കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വളർന്ന് വലുതായിട്ടില്ലെങ്കിലും കുറച്ച് വേപ്പിലയും കൂടെ എടുത്തു. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റിംഗ്.